110 കിലോമീറ്റർ വേഗതയിലാണ് മൊൻത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ കരതൊട്ടത്. ചുഴലിക്കാറ്റിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്ക് സമീപത്തു കൂടിയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറിയത്. രായലസീമ, തെലങ്കാന, തെക്കൻ ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു. ചുഴലിക്കാറ്റിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിനിടെ വീടിന് മുകളിൽ മരം വീണാണ് വയോധിക മരിച്ചത്. ആന്ധ്രയിലെ കൊണസീമയിലായിരുന്നു അപകടം. കാക്കിനടയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറി. റോഡുകൾ വെള്ളത്തിൽ മുങ്ങുകയും പലയിടങ്ങളിലും തകരുകയും ചെയ്തു. തീരദേശത്തെ 65 ഗ്രാമങ്ങളിൽ നിന്നായി 10,000-ലധികം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. രാജമുണ്ട്രി വിമാനത്താവളത്തിൽ നിന്നുള്ള 8 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. തിരുപ്പതി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഒഡീഷയിലും ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചിട്ടുണ്ട്. ആന്ധ്രയിലും ഒഡീഷയിലും വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രയിലാകെ 1.79 ലക്ഷം ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ട്. തെക്കൻ ഒഡീഷയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷയിൽ തീരദേശ ജില്ലകളിൽ കനത്ത മഴയും മണ്ണിടിച്ചിലുമുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത മൊൻത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയാണ് ആന്ധ്രാതീരം കടന്നത്. ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ആന്ധ്രാതീരത്ത് കനത്ത മഴ പെയ്തു. കാക്കിനട തുറമുഖത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ആന്ധ്രയിലെ 16 ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതോടെ തീരദേശ മേഖലകളിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കി. വിശാഖപട്ടണത്തും വിജയവാഡയിലും എയർ ഇന്ത്യയും ഇൻഡിഗോയും വിമാന സർവീസുകൾ നിർത്തി. വിശാഖപട്ടണം വഴിയുള്ള ട്രെയിൻ സർവീസുകൾ റെയിൽവേയും റദ്ദാക്കി. വാർ റൂം തുറക്കാൻ റെയിൽവേ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്തു. ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഉൾപ്പെടെ മഴ ശക്തമായിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ചയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്.